നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്താണെന്നുള്ളതാണ്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ a0 പ്ലസ് a1h പ്ലസ് a2h² പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു h⁻n. ഇതാണ് ഒരു nth ഡിഗ്രി പോളിനോമിയൽ. അപ്പോൾ nth ഡിഗ്രി പോളിനോമിയലിനെയാണ് നമ്മൾ Pn എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ Pnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് 1, h, h² എക്സെട്ര h⁻n. ഇതിൽ ടോട്ടൽ മൊത്തം എത്ര ടേംസ് ഉണ്ട്? h മുതൽ h⁻n വരെ. അപ്പോൾ നമുക്ക് h², h³ അങ്ങനെ h⁻n വരെ n ടേംസ് ഉണ്ട്, പ്ലസ് ഈ 1. അപ്പോൾ ടോട്ടൽ n+1 ടേംസ് ഉണ്ട് ഏതിൽ? Pn എന്ന് പറയുന്ന പോളിനോമിയൽ, അതായത് സെറ്റ് ഓഫ് ആൾ പോളിനോമിയൽസിനെയാണ് നമ്മൾ Pn എന്ന് പറയാം. Pnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് സെറ്റ് 1, h, h² എക്സെട്ര h⁻n. ഈ സെറ്റിനകത്ത് ടോട്ടൽ n+1 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തു അല്ലേ? n+1 എലമെൻറ്റ്സ് എന്ന്. ഇനി ഈ ബേസിസിൻ്റെ എലമെൻറ്റ്സ് നമ്മുടെ ബേസിസ് എടുക്കുന്ന ആ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വെക്ടേഴ്സ് ഉണ്ടോ ആ എണ്ണത്തിനാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയാം. ഓക്കെ, ഡയമെൻഷൻ നോക്കാം. എന്താണ് ഡെഫിനിഷൻ എന്ന്? ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ എ ബേസിസ് ബി ഫോർ എ വെക്ടർ സ്പേസ് വി ഈസ് സെഡ് ടു ബി ദ ഡയമെൻഷൻ ഫോർ ദ സ്പേസ്. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട് നമുക്ക്. അപ്പോൾ വെക്ടർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ബേസിസിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ, ദാറ്റ് മീൻസ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വെക്ടേഴ്സാണ് അല്ലെ? വെക്ടർ സ്പേസിലുള്ള വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് സെറ്റാണ്. ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം വെക്ടേഴ്സാണ്. അതുപോലെ തന്നെ ബേസിസിനകത്തുള്ളത് വെക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസിനകത്ത് എത്ര വെക്ടേഴ്സ് ആണോ വരുന്നത്, ബി എന്ന് പറയുന്ന സെറ്റിൽ എത്ര വെക്ടേഴ്സ് ഉണ്ടോ അത്രയും അതിൻ്റെ ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ആ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ R2ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് എന്ത്? 1 0 0 1 എന്നുള്ളത്. ഓക്കെ, 1 0 0 1. അപ്പോൾ ഇതൊരു എലമെൻ്റ് ആണ്. അപ്പോൾ R2ൻ്റെ ബേസിസിനകത്ത് എത്ര എലമെൻറ്റ്സ് വന്നു? 2 എലമെൻറ്റ്സ്. സോ R2ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സിമിലർലി R3ൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 3 ആണ്. ഇൻ ജനറൽ Rnൻ്റെ ഡയമെൻഷൻ എന്താണ്? n ആണ്. ഓക്കെ, R ആണെങ്കിൽ ഡയമെൻഷൻ 1, R2 ആണെങ്കിൽ ഡയമെൻഷൻ 2, R3ക്ക് 3. ഇൻ ജനറൽ Rnൻ്റെ ഡയമെൻഷൻ n ആണ്. എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ മീനിങ്? ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസിനകത്ത് എത്ര വെക്ടേഴ്സ് വരുന്നുണ്ടോ, ദാറ്റ് മീൻസ് എത്ര എലമെൻറ്റ്സ് വരുന്നുണ്ടോ ആ എണ്ണത്തിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0 വെക്ടർ സ്പേസ് ഉണ്ട്, അതായത് എന്താണ്? സിംഗിൾട്ടൺ 0. ഇപ്പോൾ സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞാൽ അതിന് എന്ത് മാത്രമേ ഉള്ളൂ? 0നെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നോൺ 0 ആയിട്ട് വരുന്ന എലമെൻ്റ് അല്ല എന്ത്? 0 എന്ന് പറയണത്. അപ്പോൾ 0 വെക്ടർ സ്പേസിനകത്ത് ഓൺലി എന്ത് മാത്രമേ വരുന്നുള്ളൂ? 0നെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ 0 എന്ന് പറയുന്നത് എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് അല്ല അല്ലേ? K1 ഇൻറ്റു 0 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ? ഒരു നമ്പർ എങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെയ്യുക? അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് =0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? K =0 എന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതായത് A1 A2 എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ K1 A1 പ്ലസ് K2 A2 =0 ഇംപ്ലൈസ് K1 K2 0. അതായത് K1 K2 0 ആയാൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എന്നാണ് മീനിങ്. പക്ഷേ 0 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? K1 × 0 0 കൊടുക്കുക. K1 0 ആയാൽ മാത്രമേ ഇത് 0 ആവുള്ളൂ എങ്കിൽ നമ്മൾ പറയും 0 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ബട്ട് K1 × 0 ആണെന്ത്? 0 എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ K1 ഏത് വാല്യൂ ആണെങ്കിലും, അതായത് K1 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 1 × 0 0. K2 2 ആണെങ്കിൽ 2 × 0 0. ഇനി K1 0 ആണെങ്കിൽ 0 × 0 0. അപ്പോൾ K1ൻ്റെ വാല്യൂ 0 ആയാൽ മാത്രമല്ല വേറെ നോൺ 0 വാല്യൂസിനും ഈ ലീനിയർ കോമ്പിനേഷൻ എന്താവും? 0 ആവും. സോ 0 എന്ന് പറയുന്ന സെറ്റ് എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ബേസിസ് ആവണമെങ്കിൽ എന്താവണം? ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവണം. ആ സെറ്റിനകത്തിലെ ഏത് എലമെൻ്റ് എടുത്താലും ഈ വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാനും പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 എന്ന് പറയുന്ന വെക്ടർ സ്പേസിനകത്ത് 0 മാത്രമേ ഉള്ളൂ. അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ്. സോ ഇതെന്ത് ഫോം ചെയ്യില്ല? സിംഗിൾട്ടൺ 0 എന്ന് പറയുന്നത് ബേസിസ് ഫോം ചെയ്യില്ല. അപ്പോൾ നമ്മൾ 0ൻ്റെ ഡയമെൻഷൻ, 0 വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താക്കിയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? 0 ആക്കിയിട്ട് തന്നെയാണ്. ഓക്കെ, 0 വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. Next one, since there are n+1 vectors in the standard basis b = 1 h, h² etc. h⁻n, the dimension of the vector space Pn of polynomials of degree less than or equal to n is
n+1. അപ്പോൾ പി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ സെറ്റ് ഓഫ് ആൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-ൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? n+1 ആണ്. കാരണം അതിൻ്റെ ബേസിസ് നമ്മൾ പറഞ്ഞു 1h h² etc. h⁻n ആണെന്ന്. ബേസിസിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n+1 എലമെൻറ്റ്സ് ഉണ്ട്. സോ പി എന്നിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? n+1 ആണ്. ശിവൻ പറയുന്നത് ഇപ്പോൾ ഒരു സെറ്റിനകത്ത് നമ്മൾ ഒരു വെക്ടർ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പഠിച്ച് ബേസിസ് നമുക്കറിയാം അല്ലേ. ഇനി അടുത്തത് പറയുന്നത് ബേസിസ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നാണ്. ഇപ്പോൾ നമ്മൾ R-ൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ 1 ആണ്, R2ൻ്റെ ഡയമെൻഷൻ 2, R3ക്ക് 3, Rn-ന് n. ഇപ്പോൾ ഇവിടെ എല്ലാം എണ്ണം നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ, അതായത് എണ്ണം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബേസിസിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഡയമെൻഷൻ ഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറയും. പറയാൻ പറ്റാത്തതിന് നമ്മൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറയും. ഓക്കെ, ദ ഫംഗ്ഷൻ സ്പേസ് Cn ഓഫ് i എന്ന് വെച്ചാൽ എന്താണ്? Cn ഓഫ് i n ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. അതായത് C ഓഫ് i എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ആൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ i എന്നാണ്. ഇപ്പോൾ ഇവിടെ Cn ഓഫ് i ആണ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ സ്പേസ് Cn ഓഫ് i എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? സെറ്റ് ഓഫ് ആൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എത്ര തവണ ഡിഫറൻഷ്യബിൾ ആവുന്നുണ്ട്? n ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഓൺ ആൻ ഇൻ്റർവൽ i എന്ന് വെച്ചാൽ n C' ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എത്ര എടുത്തു കഴിഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ Cn ഓഫ് i ഓഫ് n ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ആൻ ഇൻ്റർവൽ i. ഇൻ്റർവലിൽ i എന്ന് പറയുന്ന ഇൻ്റർവലിൽ C എടുത്താൽ കണ്ടിന്യൂസ് ആണ്, C' കണ്ടിന്യൂസ് ആണ്, C∬, C∬ എല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആണ്. nth ഡെറിവേറ്റീവ് ഓഫ് i വരെയും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഫംഗ്ഷൻ സ്പേസ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയിരിക്കും. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ ബേസിസിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഈ സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്പാൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇഫ് എസ് ഡിനോട്ട്സ് എനി സെറ്റ് ഓഫ് വെക്ടേഴ്സ് h1 h2 etc. hn ഇൻ എ വെക്ടർ സ്പേസ് വി. ഇപ്പോൾ ഒരു വെക്ടർ സ്പേസ് എടുത്തിട്ടുണ്ട് വി, അതിൽ നമ്മൾ ഏത് സെറ്റ് ഓഫ് വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു വെക്ടർ സ്പേസ് വി, ഇപ്പോൾ നമ്മളൊരു സെറ്റ് എടുക്കുകയാണ് S is equal to h1 h2 etc. hn. അതായത് വിയിലെ കുറച്ച് വെക്ടേഴ്സ് എടുത്തു h1 h2 etc. hn, അതാണ് എന്ത്? S. Then the set of all linear combination of the vectors h1 h2 etc. hn in S, that is set of all k1 h1 plus k2 h2 plus etc. kn hn where ki I equal to 1 2 3 etc. n are scalars is called the span of S and written as span ബ്രാക്കറ്റിൽ ഓഫ് എസ്. ഇതിന് വായിക്കേണ്ടത് സ്പാൻ ഓഫ് എസ് എന്നാണ്. അപ്പോൾ എന്താണ്, എപ്പോഴാണ് ഒരു വെക്ടറിനെ സ്പാൻ ഓഫ് എസ് അല്ലെങ്കിൽ സ്പാനിങ് സെറ്റ് എന്ന് വിളിക്കാം? ഇപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു സെറ്റ് കൺസിഡർ ചെയ്യുകയാണ് എസ് is equal to h1 h2 etc. hn. ഈ വെക്ടേഴ്സ് എവിടത്തെയാണ്? വിയിലെ വെക്ടർ തന്നെ. ഓക്കെ, ഇപ്പോൾ വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. ദെൻ വെക്ടർ സ്പേസിലെ കുറച്ച് എലമെൻറ്റ്സ് എടുത്തു, അതിൻ്റെ കളക്ഷനാണ് എസ്. ദാറ്റ് ഈസ് എസ് is equal to h1 h2 etc. hn. ഇനി ഈ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുന്ന വെക്ടേഴ്സ്, ദെൻ സെറ്റ് ഓഫ് ആൾ, അതായത് ഈ എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുന്ന ഈ സെറ്റ്, ദാറ്റ് മീൻസ് ഈ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എസ് ഡിനോട്ട് എനി വെക്ടർ h1 any set of vectors h1 h2 etc. hn in a vector space V, then the set of all linear combination of vectors h1 h2 etc. hn ൻ്റെ എലമെൻറ്റ്സ് വെച്ചിട്ട് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുന്ന സെറ്റ് k1 h1 പ്ലസ് k2 h2 പ്ലസ് etc. kn hn. ഈ kis ഒക്കെ എന്താണ്? സ്കേലേഴ്സ് ആണ്. അപ്പം ഇങ്ങനെ എഴുതുന്ന ഈ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിസിൻ്റെ ഡെഫിനേഷൻ സ്പാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? A set of vectors, a set S of vectors h1 h2 etc. hn in a vector space V is a basis for V. അപ്പോൾ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ബേസിസ് ഫോം ചെയ്യണമെങ്കിൽ ഈ എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, അത് ഫസ്റ്റ് കണ്ടീഷനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബിയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനെ ആ ബിയിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതണം എന്ന് പറഞ്ഞു. ആ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? സ്പാൻ ആണ് അല്ലേ. അപ്പോൾ വി if S is linearly independent and is a spanning set for V, ബിയിലുള്ള എലമെൻസിനെ സ്പാനും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ബേസിസ് ആണെന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആവണം,
ദെൻ ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. ആ ലീനിയർ കോമ്പിനേഷനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുക. സോ ബേസിസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഒന്നുകൂടെ ചുരുക്കി, എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും വിൻ്റെ സ്പാനിങ് സെറ്റ് കൂടി ആയിരിക്കണം എന്ത് എസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് റിസൾട്ടാണ് പറയുന്നത്. ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് H1 H2 etc. Hn ബി എ സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് വി. വിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്ത് എസ്. ഇനി നമ്മൾ പറയുന്നത് സ്പാൻ ഓഫ് എസ് വിൻ്റെ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സ്പാൻ ഓഫ് എസ് വിൻ്റെ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സബ് സ്പേസ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ? അപ്പോൾ ഒരു സെറ്റ് വിൻ്റെ സബ് സ്പേസ് ആണോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. വെക്ടർ അഡിഷൻ്റെ ഫസ്റ്റ് കണ്ടീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് കണ്ടീഷനും. അതായത് എക്സും വൈയും ആ സെറ്റിനകത്ത് എടുക്കുക. ഏതാണോ നമ്മൾ സബ്സെറ്റ്, അപ്പോൾ ഡബ്ല്യു ആണ് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഡബ്ല്യൂവിലെ രണ്ട് എലമെൻ്റ് എടുക്കുക, എക്സും വൈയും. എന്തൊക്കെ കണ്ടീഷൻ നോക്കണം? എച്ച് പ്ലസ് വൈ ഡബ്ല്യൂവിലുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ആൽഫ ഇൻറ്റു എച്ച് ഡബ്ല്യൂവിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് സ്പാൻ ഓഫ് എസ് വിൻ്റെ സബ് സ്പേസ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് സബ് സ്പേസ് ആണോ എന്ന് നോക്കണമെങ്കിൽ ഡബ്ല്യു ഫസ്റ്റ് എന്തായിരിക്കണം? നോൺ എം ടി ആയിരിക്കണം. അപ്പോൾ ഇവിടെ സ്പാൻ ഓഫ് എസ് വിൻ്റെ സബ് സ്പേസ് ആണോ നോക്കണമെങ്കിൽ ഫസ്റ്റ് വൺ നോക്കേണ്ടത് സ്പാൻ ഓഫ് എസ് നോൺ എം ടി ആണോ നോക്കണം. ദെൻ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യണം. ബൈ ഡെഫിനിഷൻ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? K1 H1 അല്ലേ? എസ്സിനെ സ്പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? എസ്സിലുള്ള എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുക എന്നാണ്. സോ എസ് H1 H2 etc. Hn ആണ്. സോ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ K1 H1 പ്ലസ് K2 H2 പ്ലസ് etc. Kn Hn. ഈ സെറ്റാണ് സ്പാൻ ഓഫ് എസ്. ഓക്കെ, ഈ H1 H2 etc. Hn എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻസ് ആണ്? ബിയിലുള്ള എലമെൻസ് ആണ്. ബിയിലുള്ള എലമെൻസും ആണ്. ബി എന്ന് പറയുന്നത് എന്തുമാണ്? വെക്ടർ സ്പേസ് ആണ്. ബി വെക്ടർ സ്പേസ് ആണെങ്കിൽ അവിടെ അഡിഷൻ ക്ലോസ്ഡ് ആണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആണ്. സോ K1 H1 പ്ലസ് K2 H2 പ്ലസ് etc. Kn Hn എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. ബൈ ഡെഫിനിഷൻ ഓഫ് വെക്ടർ സ്പേസ്. ഓക്കെ, വെക്ടർ സ്പേസ് ആയതുകൊണ്ട് വിച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. സോ K1 H1 പ്ലസ് K2 H2 പ്ലസ് etc. Kn Hn എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. സോറി. അപ്പോൾ സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്, സ്പാൻ ഓഫ് എസ്സിൽ എന്താണെന്ന് കിട്ടി? വിൻ്റെ ഒരു നോൺ എം ടി സബ്സെറ്റാണ് എന്ത്? സ്പാൻ ഓഫ് എസ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് കണ്ടീഷനാണ്. സ്പാൻ ഓഫ് എസ്സിലാണ് എന്ത്? സ്പാൻ ഓഫ് എസ് ആണ് K1 H1 പ്ലസ് K2 H2 പ്ലസ് etc. ഇത് വീലത്തെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. സോ സ്പാൻ ഓഫ് എസ് ഈസ് നോൺ എം ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്പാൻ ഓഫ് എസ്സിലെ രണ്ട് എലമെൻ്റ് എടുക്കുക. അപ്പോൾ എച്ച് വൈ ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ് എന്ന് കിട്ടി. സ്പാൻ ഓഫ് എസിൻ്റെ എലമെൻസിൻ്റെ ഫോം എന്താണ്? K1 H1 പ്ലസ് K2 H2 പ്ലസ് etc. Kn Hn. ഈ Ks ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എച്ചും വൈയും സ്പാൻ ഓഫ് എസിലുണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതണം? സ്പാൻ ഓഫ് എസിലൊരു എലമെൻറ്റിൻ്റെ ഫോം എന്താണ്? ഈ H1 H2 etc. Hn ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം. സോ എച്ച് സ്പാൻ ഓഫ് എസിലുണ്ടെങ്കിൽ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? H1 H2 etc. Hn ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട്. അപ്പോൾ ഇവിടെ എച്ചും വൈയും എടുത്തത് കൊണ്ട് ദെൻ വീണ്ടും K1 K2 എന്ന് എടുക്കുന്നതിന് പകരം നമ്മൾ വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആൽഫയും ബീറ്റയും ആണ് നമ്മൾ എടുക്കുന്നത്. സോ എച്ചിനെ നമുക്ക് എങ്ങനെ എഴുതാം? α1 H1 പ്ലസ് α2 H2 പ്ലസ് etc. പ്ലസ് αn Hn. എച്ച് സ്പാൻ ഓഫ് എസിലാണുള്ളത്. സ്പാൻ ഓഫ് എസിലുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും? H1 H2 etc. Hn ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഫോർ സം സ്കേലേഴ്സ് α1 α2 etc. αn. ഇനി വൈയും എവിടത്തെയാണ്? സ്പാൻ ഓഫ് എസിലാണ്. സോ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? β1 H1 പ്ലസ് etc. പ്ലസ് βn Hn. β1 β2 etc. βn ആ സം സ്കേലേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻ ഉള്ളത്. എച്ച് പ്ലസ് വൈ സ്പാൻ ഓഫ് എസിലുണ്ടോ നോക്കണം. ആൽഫ ഇൻറ്റു എച്ച് സ്പാൻ ഓഫ് എസിലുണ്ടോ നോക്കണം. അപ്പോൾ എച്ച് പ്ലസ് വൈ കണ്ടുപിടിക്കുക. എച്ച് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? α1 H1 പ്ലസ് α2 H2 പ്ലസ് etc. αn Hn പ്ലസ് β1 H1 പ്ലസ് β2 H2 പ്ലസ് etc. βn Hn. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? ഇവിടെ H1 കോമൺ ആണ്. സോ α1 പ്ലസ് β1 ഇൻറ്റു H1 പ്ലസ് α2 പ്ലസ് β2 ഇൻറ്റു H2 പ്ലസ് etc. αn പ്ലസ് βn ഇൻറ്റു Hn എഴുതാം. എന്തിൻ്റെ കോമ്പിനേഷനാണ്? H1 H2 etc. Hn ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. α1 പ്ലസ് β1 കോൺസ്റ്റൻ്റ് ആണ്, α2 പ്ലസ് β2 കോൺസ്റ്റൻ്റ് ആണ്, αn പ്ലസ് βn കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? എച്ച് പ്ലസ് വൈനെ നമ്മൾ H1 H2 etc. Hn ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതി. സോ എച്ച് പ്ലസ് വൈ ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ്. ഫസ്റ്റ് കണ്ടീഷൻ കിട്ടി. ഇനി ആൽഫ എച്ച്
സ്പാൻ ഓഫ് എസിലുണ്ടോ നോക്കണം. ആൽഫ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്താൽ ആൽഫ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ആൽഫ 1 H1 പ്ലസ് ആൽഫ 2 H2 പ്ലസ് എക്സെട്ര ആൽഫ n Hn ആണ്. ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ 1 H1 പ്ലസ് ആൽഫ 2 H2 പ്ലസ് എക്സെട്ര ആൽഫ n Hn എഴുതി. ആൽഫ ഇൻറ്റു ആൽഫ 1 അതുപോലെ ആൽഫ ഇൻറ്റു ആൽഫ 2 എക്സെട്ര ആൽഫ ഇൻറ്റു ആൽഫ n കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതി ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു H1 പ്ലസ് കോൺസ്റ്റൻ്റ് ഇൻറ്റു H2 പ്ലസ് എക്സെട്ര കോൺസ്റ്റൻ്റ് ഇൻറ്റു Hn, അതായത് H1 H2 എക്സെട്ര Hn ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ അതവിടെ ഉണ്ടാവും, സ്പാൻ ഓഫ് എസിലുണ്ടാവും. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. നമുക്കപ്പോൾ എന്ത് പറയാം, സ്പാൻ ഓഫ് എസ് ഈസ് എ സബ് സ്പേസ് ഓഫ് വി എന്ന് പറയാം.